അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ മൂന്നാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബു വിചാരിക്കുന്നുവോ അൽ ഇൻസാൻ മനുഷ്യൻ അല്ലൻ നജ്മഅ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് ഇളാമ അവൻ്റെ എല്ലുകളെ. മനുഷ്യൻ വിചാരിക്കുന്നുവോ നമുക്ക് അവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാനാവില്ലെന്ന്. സബു വിചാരിക്കുന്നുവോ കരുതുന്നുവോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ഈ ചോദ്യം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടില്ല എന്ന്. അള്ളാഹു ഉറപ്പായും സംഭവിക്കുന്ന ഖിയാമൻ നാളിനെ പറ്റി സത്യം ചെയ്തു. ശേഷം നഫ്സ് ലവ്വാമയെ, അവനവൻ്റെ ഉള്ളിൽ അവനവൻ്റെ തെറ്റുകുറ്റങ്ങളെ ആക്ഷേപിക്കുന്ന മനസ്സാക്ഷിയെ പിടിച്ച് സത്യം ചെയ്തു. ആ മനസ്സാക്ഷി തന്നെ മറ്റൊരു ലോകം ഉണ്ടാവണമെന്നും നീതിയും ധർമ്മവും ശരിയാം വിധം പുലരണമെന്നും ഉള്ളതിന് സാക്ഷ്യമാണ്. ഇനി എല്ലുകളുടെ വിഷയം പരലോകത്തിന് മറ്റൊരു തെളിവായി അള്ളാഹു കൊണ്ടുവരികയാണ്. അള്ളാഹു എല്ലുകളെ ഒരുമിച്ച് കൂട്ടില്ല എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ കരുതേണ്ടതില്ല. എല്ലാ എല്ലുകളെയും ഒരുമിച്ച് കൂട്ടും. സത്യനിഷേധികൾ, പരലോക നിഷേധികൾ പറഞ്ഞിരുന്നു, മൈ യഹീലാമ വഹിയ റമീം. അവരെല്ല് ഉയർത്തിപ്പിടിച്ചാണ് പറഞ്ഞത്, ഈ നുരുമ്പിയ എല്ലുകളെ ആരാണ് പുനരുജ്ജീവിപ്പിക്കുക എന്ന്. അള്ളാഹു അതിന് കൊടുത്ത വളരെ ബുദ്ധിപരമായ മറുപടി, ഖുൽ യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ. ആദ്യം ആരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ സൃഷ്ടിക്കും എന്നാണ്. അത് എങ്ങനെയാണെങ്കിലും, എല്ലില്ലാത്ത അവസ്ഥയിൽ മരണപ്പെട്ടാലും, കത്തിച്ചാമ്പലായി ചാരമായി, അതല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ടു, ജലജീവികൾ ഭക്ഷിച്ചു, ഹിംസ്രജന്തുക്കളുടെ വയറ്റിലകപ്പെട്ടു, എങ്ങനെ തന്നെ ഭൂമിയിൽ നിന്നും ഇല്ലാതായാലും അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കും. അങ്ങനെ ഇല്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിസ്സാരമായൊരു ചെറിയ ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. അതിനാൽ ഒന്നാമത്തെ സൃഷ്ടിപ്പും പുനഃസൃഷ്ടിപ്പും ഒന്നും മനുഷ്യന് കഴിയില്ല. മനുഷ്യനല്ല രണ്ടാമത് സൃഷ്ടിക്കുന്നത്. സ്വമേധയ എല്ലുകൾ വന്ന് ഒരുമിച്ച് കൂടുകയല്ല ചെയ്യുന്നത്, അള്ളാഹു സൃഷ്ടിക്കുകയാണ്. അള്ളാഹു രണ്ടാമത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതല്ലാത്തൊരു കരുതലോ വിചാരമോ നിങ്ങൾക്ക് ആവശ്യമില്ല. ആ രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ട ശേഷം വരാനിരിക്കുന്ന വിചാരണയെ കൃത്യമായി നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ് വേണ്ടത്. അങ്ങനെ ഒരുങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.